നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള പാക്കാണ്. ചെറിയ കുട്ടികൾക്ക് തൊട്ട് ഉപയോഗിക്കുക, ഒരു കുഴപ്പം ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഒരു 12-13 വയസ്സ് തൊട്ടുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുക. സ്കിൻ ടാൻ അടിച്ച് കറുത്തിരിക്കുന്നത്, അത് ആദ്യം കളർ ഉണ്ടായിരുന്നു, പിന്നെ കളർ മുഴുവൻ പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സ്കിൻ കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതൊരു ഹെൽത്തി സ്കിൻ ആഗ്രഹിക്കുന്നത് എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ള ഒരു നല്ലൊരു റെമഡിയാണിത്. നല്ല അടിപൊളി ഒരു പാക്കാണ്. നമുക്കിത് ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചത്തേക്കുള്ള എടുത്ത് വെക്കാം, ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. നമ്മുടെ ശരീരം മൊത്തം കുളിക്കുമ്പോഴത്തേക്കാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ടാനൊക്കെ മാറി കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. നല്ല റിസൾട്ട് പറഞ്ഞാൽ നല്ല റിസൾട്ടാണ്. നമ്മൾ വെറുതെ മിക്സ് ചെയ്ത് ഉപയോഗിക്കണേക്കാളും നല്ലത് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല കളർ വരുന്നത് ഞാൻ ഉറപ്പ് തരികയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച്, എൻ്റെ പേര് ദീപ എന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കിയിട്ട് വരാം. ഇത് നമുക്കൊരു പാത്രം വയ്ക്കാം. പാത്രത്തിലേക്ക് ആവശ്യം കടലമാവാണേ. നല്ല അടിപൊളിയായിട്ട് മുഖം വെളുക്കാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. നമുക്ക് 1 ടേബിൾ സ്പൂൺ കടലമാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യം കുറച്ച് ഒരു 2 പിഞ്ച് നിങ്ങളുടെ കയ്യിൽ ഏത് മഞ്ഞൾപ്പൊടി കളിച്ചാൽ അതൊരു 2 പിഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യം പാലാണ്. പാല് നമുക്കിതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തു. പാൽ 1 ടേബിൾ സ്പൂൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം പാൽ ഒഴിച്ചു കൊടുത്തു. പാൽ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കട്ടിയും കഷ്ണമൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ കടലമാവും മഞ്ഞൾപ്പൊടി ഈ പാലുമായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് സ്കിൻ നല്ല ഗ്ലോ ചെയ്യാൻ നിങ്ങൾക്ക് നമ്മൾ സാധാരണ പാലിലോ തൈരിലോ ചെയ്യണേക്കാളും കൂടുതൽ റിസൾട്ടാണ് നമ്മളിത് ചെയ്യുമ്പോൾ കേട്ടോ. എന്തൊരു റിസൾട്ടാണെന്ന് പറയുക, ശരിക്കും നമ്മൾ അതിശയിച്ച് പോവും ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇത്രയും ഒരു വ്യത്യാസമാണോ എന്ന്. കാരണം കടലമാവ് വേവുമ്പോൾ അതിൻ്റേതായ ആ ഒരു വ്യത്യാസം നല്ലപോലെ സ്കിന്നിലേക്ക് അറിയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ നമ്മുടെ ബീട്രൂട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിക്കുക. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ബീട്രൂട്ട് ജ്യൂസ് വേണം. പാലും ബീട്രൂട്ട് ജ്യൂസും കടലമാവും മഞ്ഞൾപ്പൊടിയും നല്ല അടിപൊളി പറഞ്ഞാൽ എത്ര വെളുക്കാത്ത മുഖവും വെളുക്കാൻ ഇതൊരു പാക്ക് മതി. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു ടിന്നിലാക്കി ഒരു നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അടുപ്പത്ത് വെച്ചു, സ്റ്റൗവ് കത്തിച്ചു. ഇത് നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ചൂടായാൽ പിന്നെ പെട്ടെന്നാണിത് കുറുകി വരിക. അപ്പോൾ നമുക്ക് സ്റ്റൗവ് ഒന്ന് സിമ്മിൽ വയ്ക്കാം. കൂടുതൽ ഇതിൽ കത്തിച്ചാൽ പെട്ടെന്ന് കുറുകി പോകും. എന്നിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കുക. കട്ട കെട്ടാത്ത വിധത്തിൽ നമുക്ക് എടുക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഫേസിൽ തേക്കാം. അല്ല നിങ്ങൾക്ക് കൂടുതൽ കട്ട കെട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിക്സിയിൽ ഇട്ടിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുത്താൽ മിക്സിയിൽ ഒന്ന് അടിച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ കട്ട കെട്ടാതെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ നല്ലപോലെ കുറുകിയുണ്ട്. ഇപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൗവ് ഒന്ന് ചോട്ടിക്ക് ഇറക്കി വയ്ക്കുക. ഇതൊന്ന് ചൂടാവട്ടെ. കണ്ടോ, നമ്മൾ 1 ടേബിൾ സ്പൂൺ മാത്രമാണ് കടലമാവ് ഇട്ടത്. പക്ഷേ ഇപ്പോൾ കണ്ടോ എത്രയായി. നമുക്ക് മൊത്തം ശരീരം കുളിക്കുമ്പോൾ നിങ്ങളിത് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ടാൻ പൂർണ്ണമായി മാറാനും ഇങ്ങനെ നല്ലപോലെ കളർ വരാനും ഇത് സഹായിക്കും കേട്ടോ. ഇതൊന്ന് ചൂടാറട്ടെ. ഇപ്പോൾ നമ്മുടെ പാക്ക് നല്ലപോലെ തണുത്തുണ്ട്. നമുക്ക് ആവശ്യത്തിന് എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ സ്കിന്നിൽ മുഖത്ത് മാത്രമേ തേക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് നാളെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, നമുക്കിത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. നല്ല അടിപൊളി പാക്കാണ്. നമ്മൾ പാലിൽ വെറുതെ നമ്മൾ ഉണ്ടാക്കി ഉപയോഗിക്കാറുണ്ടല്ലോ, അതിനേക്കാളും ഇരട്ടി റിസൾട്ടാണ് നമുക്കിത് തരിക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ശരീരം മൊത്തം തേച്ചില്ല കൂടി നിങ്ങൾ കഴുത്തിലും
കയ്യിലും കാലിലൊക്കെ കുളിക്കണതിൻ്റെ ഒരു 20 മിനിറ്റ് മുമ്പ് തേക്കുക. അതിന് ശേഷം നമ്മൾ സ്കിന്നിൽ സോപ്പൊക്കെ തേച്ചാൽ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക, നല്ലപോലെ ഉരച്ച് തേക്കില്ലേ, അതുപോലെയല്ല, നമ്മളൊരു മസാജ് ഇതുപോലെ കൊടുക്കുക. അതിന് ശേഷം നമ്മളിത് 20 മിനിറ്റ് അങ്ങനെ വെക്കുക. അതിന് ശേഷം കഴുകിയെടുക്കുക. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങൾ ഞെട്ടും. അത്രയ്ക്ക് റിസൾട്ടാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയൊരു സാധനം. ഇപ്പം ഞാൻ കഴുത്തിൽ തേക്കണില്ല, ഞാനിപ്പോൾ രാത്രിയിലാണ് തേക്കണത്. പകൽ കുളിക്കണ സമയത്ത് ഒരു 20 മിനിറ്റ് മുമ്പ് ഞാൻ അതുപോലെ തേച്ച് കഴുത്തിലൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് കഴുത്ത് ഇപ്പോൾ അധികം പ്രശ്നമില്ലാതെ എൻ്റെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും 2 ദിവസം തേച്ചിലിച്ചാൽ കഴുത്തിനൊരു പ്രശ്നം വരുന്നുണ്ട് എനിക്ക്. അത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അപ്പോൾ ഞാനിപ്പോൾ 2 കൈയിലും കൂടി ആക്കി ഒരു 2-3 മിനിറ്റ് നമുക്കൊരു മസാജ് കൊടുക്കാം. നല്ല കളർ വരുമ്പോൾ സ്കിൻ അങ്ങനെ തിളങ്ങും കേട്ടോ. അത്രയ്ക്ക് റിസൾട്ട് തരുന്ന ഒരു സാധനമാണ്. ഇപ്പം തന്നെ കണ്ടോ സ്കിന്നിലുള്ളൊരു മാറ്റം, ഒരു തിളക്കം വരണം കണ്ടോ. അതാണ് അതിൽ പ്രത്യേകിച്ച് ഞാൻ പറയാറുള്ളത്. ഒരു പ്രത്യേക ഒരു തിളക്കമാണ് വരുന്നത്. നമ്മളെപ്പോഴും യൂസ് ചെയ്യണതിലൂടെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറയും. നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് തീർച്ചയായും ചേർക്കണം. ചിലർ പറയാറുണ്ട് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ചേർക്കുമ്പോൾ മുഖം കറക്കണമെന്ന്. നിങ്ങൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്ക്, മുഖത്തിന് ഒരു കറുപ്പ് കളറും വരില്ല. 2 ടേബിൾ സ്പൂൺ മാത്രം ജ്യൂസ് ഉപയോഗിച്ചാൽ മതി. ഞാനിപ്പോൾ ഈ എടുത്ത കണക്കിനാണ് എടുക്കണമെന്ന് വെച്ചാൽ. ഇനി നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്കിൽ നിന്ന് കൂടുതൽ ഉണ്ടാക്കേണ്ടത് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പൊടി എടുക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ അതിനനുസരിച്ച് 4 ടേബിൾ സ്പൂണോളം നിങ്ങൾ ബീട്രൂട്ട് ജ്യൂസ് എടുക്കുക. ബാക്കി പാൽ മിക്സ് ചെയ്ത് ഇത്രയും കുറുക്കിയാൽ മതി, കൂടുതൽ കുറുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നല്ലപോലെ സ്കിന്നിന് നല്ല ഗ്ലോ വരാൻ തുടങ്ങി എൻ്റെ മുഖത്തിന്. കണ്ടോ നല്ല തിളക്കാതെ വരിക കേട്ടോ. നമ്മളിത് ചെയ്യും തോറും നിങ്ങൾ ഡെയിലി ഇതൊരു അടുപ്പിച്ചൊരു 10 ദിവസം നിങ്ങൾ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്കിന്നിൽ മാറ്റം അത്രയ്ക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നല്ലപോലെ ഒന്ന് ഒരു മസാജ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നല്ലൊരു മസാജ് കൊടുത്തു. ഇനി നമുക്ക് ഇതെടുത്ത് കട്ടിക്കൊന്ന് പാക്കായിട്ടിട്ട് കൊടുക്കാം. കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ വരെ നിങ്ങൾ ഇത് കളഞ്ഞ് നല്ല അടിപൊളിയാക്കി തരും കേട്ടോ. പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്തും മുഖക്കുരുൻ്റെ പാടുകളൊക്കെ ഉണ്ടാവില്ലേ, അവിടെയൊക്കെ നല്ല കട്ടിക്ക് തേച്ച് കൊടുത്തു. നല്ല എന്താ പറയുക, ഇത്രയും റിസൾട്ട് തരുന്നത് പറഞ്ഞ് വിരലിലെണ്ണാവുന്ന പാക്കുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അതൊരു പാക്കാണ് കേട്ടോ അത്. ഇപ്പം ഞാൻ മുഖം മൊത്തം തേച്ചു. നമുക്കൊരു 20 മിനിറ്റ് ഇങ്ങനെ ഇരിക്കുക, വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്കത് കഴുകിക്കളയാം. ഇപ്പം എൻ്റെ ഫേസിലത്തെ ഉണങ്ങി 20 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ ഫേസ് കഴുകിയിട്ട് വന്നു. നല്ല ഗ്ലോയാണ് കിട്ടിയേക്കണത്. ഇതുപോലെ ഗ്ലോ ആഗ്രഹിക്കുന്നവർക്ക് ഈ പാക്ക് നല്ല അടിപൊളി റിസൾട്ട് പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്നുള്ളത് കമൻറ്റ് വഴി അറിയിക്കുക. ഇത് കൂട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരമാവട്ടെ. അത്ര നല്ല റിസൾട്ടാണ് ഇത് നമുക്ക് കിട്ടുന്നത്. സ്കിന്നിൻ്റെ ആ ഒരു തിളക്കം കണ്ടു, നല്ല അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഗ്ലോ വരുന്നത് കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ ടാനൊക്കെ പൂർണ്ണമായി മാറി. നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾ കിട്ടിയ റിസൾട്ട് അറിയിക്കാൻ മറക്കല്ലേ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.